അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറുദല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യമക്കൾ കുടുംബത്തെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരുടെയും ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയത്തിനാവശ്യമായ വലിയ ഒരു ഗിഫ്റ്റാണ്, വലിയ വിലപ്പെട്ട ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്റിന് ധാരാളം മഹത്വങ്ങളും നേട്ടങ്ങളുമുള്ള ഒരു ദിക്റാണ്. എന്നാൽ ഈ ദിക്റിൻ്റെ കുറച്ച് മഹത്വങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ദിക്റ് നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കില്ല. കാരണം ഈ ദിക്റ് പതിവാക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് എല്ലാ കാര്യത്തിലും. അതായത് ഇത് അള്ളാഹുവിൻ്റെ പ്രഗത്ഭരായ മഹാരഥന്മാർ, സൂഫിയാക്കൾ, ഔലിയാക്കൾ അവരൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയ, അവരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ധാരാളം ചൊല്ലി വന്ന ഒരു ദിക്റാണ് ഇത്. എത്രയോ അനുഭവങ്ങളുണ്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ, ഒരു വിദ്യാഭ്യാസവുമില്ലാതെ, ഒരു കഴിവുകളുമില്ലാതെ, ജോലിയില്ലാതെ, സ്വന്തം വീട്ടിലും കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ഒരു നിലയും വിലയുമില്ലാതെ, ആർക്കും വേണ്ടാത്ത എത്രയോ ആളുകൾ ഈ ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയിട്ട് വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ ഉണ്ടായ ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ സംസാരത്തിലും പ്രവൃത്തികളിലും അവരുടെ ഇടപെടലുകളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആളുകൾ തന്നെ ചർച്ചാ വിഷയമാക്കും. മാത്രമല്ല, ഈ ഇസ്മ പതിവായി ചെല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവർ ഉദ്ദേശിച്ചതുപോലെ, അവർ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ അല്ലാഹു അവർക്കത് നിറവേറ്റി കൊടുക്കും. ഈ ഇസ്മ പതിവാക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ പതിവാക്കുന്ന ആളുകൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഇസ്മ പതിവാക്കിയാൽ അവരുടെ കച്ചവടത്തിൽ വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. കച്ചവടം എന്നല്ല, ഏത് കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിജയവും ഉണ്ടാകും. മാത്രമല്ല, റിസ്കിൽ വിശാലത നൽകും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ, നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. അതായത് ഈ ഇസ്മ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ മരണം വരെ അവർക്ക് ഭക്ഷണത്തിൽ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, അവർക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, അവർക്ക് കുട്ടികളെ, നല്ല സ്വാലിഹായ മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. മാത്രമല്ല, പാർപ്പിടം, വസ്ത്രം, വാഹനം അങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെയോ ആവശ്യം വരുന്നുണ്ടോ അതൊക്കെയും അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകും.
അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനാവശ്യമായ, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ധാരാളം ചൊരിഞ്ഞു തരികയാണെങ്കിൽ അതിൻ്റെ ഒരു സുഖം അനുഭവിച്ച് തന്നെ അറിയണം. ഈ ഇസ്മിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഏതാണ് ആ ഇസ്മ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട യാ ലത്തീഫ്, യാ ലത്തീഫ്, യാ അല്ലാഹ്, ഈ ഇസ്മ് നമ്മൾ ജീവിതത്തിൽ വളരെ ചുരുക്കം മാത്രം ചൊല്ലിയാൽ തന്നെ നമുക്ക് അതുകൊണ്ട് ദുനിയാവിൽ വലിയ വിജയമുണ്ടാകും. മാത്രമല്ല ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം നൽകും. യാ ലത്തീഫ് എന്നതിൻ്റെ അർത്ഥം മയം കാണിക്കുന്നവനെ, മയത്തോടു കൂടി പെരുമാറുന്നവനെ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഇസ്മ് ആരെങ്കിലും ഒരാൾ എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 129 പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. അവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യമുണ്ടായിരിക്കും. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ബറക്കത്ത് ഉണ്ടാകും. നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാകുക. ഇനി ചില ആളുകൾക്ക് ചിലപ്പോൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ചിലപ്പോൾ 129 പ്രാവശ്യം ഈ ഇസ്മ് ചൊല്ലാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർ ഈ ഇസ്മ് എല്ലാ ദിവസവും സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 129 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ നിങ്ങൾ ഈ ഇസ്മ് എല്ലാ ദിവസവും പതിവാക്കിയാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ദിക്ർ ജീവിതത്തിൽ ഒഴിവാക്കില്ല. നിങ്ങൾ അടുത്ത ദിവസം ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. കാരണം അത്രക്കും വലിയ നേട്ടങ്ങളും ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങളുമാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ ഒരിക്കലും ജീവിതത്തിൽ ഈ ഇസ്മ് നിങ്ങൾ ചൊല്ലാതെ പോകില്ല. അപ്പോൾ ഈ ഇസ്മ് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ആഫിയത്തുണ്ടാകും. നമുക്ക് എന്ത് ജോലി ചെയ്യാനും നല്ല ഒരു ഉന്മേഷമുണ്ടാകും. നമുക്ക് ഒരു മടിയും ഉണ്ടാകില്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ആരോഗ്യമുള്ള നല്ല റാഹത്തുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണമാണ് നമുക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാകും. നമുക്കൊരു ധൈര്യമുണ്ടാകും. എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികൾ വന്നാലും അതിനെ നമുക്ക് സിമ്പിളായിട്ട് നേരിടാൻ സാധിക്കും. അതിനൊക്കെയും നമുക്കൊരു മനക്കരുത്തുണ്ടാകും. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെയുണ്ട് ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ വലിയ മടിയുള്ളവർ. അവരൊക്കെയും ഈ ഇസ്മ ഈ രീതിയിൽ ചൊല്ലിയാൽ അവർക്ക് പിന്നീട് അങ്ങനത്തെയുള്ള ഒരു മടിയോ കുറവോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല മനക്കരുത്തുണ്ടാകും. നല്ല ധൈര്യമുള്ള ആളായിരിക്കും. ഇനി ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം ശത്രുക്കളിൽ നിന്ന് നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്ര തോനെ ശത്രുക്കളുണ്ടെങ്കിലും അവർക്കൊന്നും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ശത്രുക്കൾ നമ്മെ എങ്ങനെ തന്നെ കൊടുക്കാൻ നോക്കിയാലും എങ്ങനെ തന്നെ ആക്രമിക്കാൻ നോക്കിയാലും എന്ത് തന്നെ നമ്പർ അതിനു വേണ്ടിയിട്ട് ഇറക്കിയാലും ഒരിക്കലും അവർക്ക് നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നീട് ശത്രുക്കൾക്ക് തന്നെ മനസ്സിലാകും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവൻ്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ശത്രുക്കളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. അതിനി സിഹ്ർ ചെയ്താലും മറ്റ് കൂടോത്തരങ്ങൾ ചെയ്താലും കണ്ണേറും നാക്കേറും ഒന്നും
ഈ ഇസ്മ എല്ലാ ദിവസവും 129 പ്രാവശ്യം ചൊല്ലുന്ന ആളുകൾക്ക് അതൊന്നും തട്ടില്ല, അതൊന്നും അവർക്ക് ഏൽക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അതിൽ നിന്നൊക്കെയും രക്ഷപ്പെടുത്തുന്നതാണ്. ഇനി ഇതിൻ്റെ 4ാമത്തെ പ്രത്യേകതയാണ് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ടാകും. ജനങ്ങളുടെ ഇടയിൽ ഒരു നിലയും വിലയുമുണ്ടാകും. ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മോട്, വലിയ ബഹുമാനമായിരിക്കും. നമ്മൾ പറയുന്ന വാക്കിനൊക്കെ അവർ ഒരു വില കൽപ്പിക്കും. മാത്രമല്ല അവരുടെ വലിയ സഹായങ്ങളും നമുക്ക് ലഭിക്കും. ഇതൊരു വലിയ ഒരു കാര്യമാണ്. ഒരു മനുഷ്യനിക്ക് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരു ബഹുമാനവും ആദരവും ഒരു നിലയും വിലയുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ഇസ്മ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ജനങ്ങളുടെ ഇടയിലും വലിയ സ്ഥാനം നൽകും എന്നതാണ്. ഇനി ഇതിൻ്റെ 5ാമത്തെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഐശ്വര്യമുണ്ടാകും. ഈ ഇസ്മ പതിവാക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, പണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. കടങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരുടെ കടങ്ങൾ വീടി കിട്ടും. മാത്രമല്ല പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊടുക്കുകയുമില്ല. മാത്രമല്ല നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകും, നല്ല ബറക്കത്തുണ്ടാകും. ഇനി ഇതിൻ്റെ 6ാമത്തെ പ്രത്യേകത, നമുക്ക് എവിടെ പോയാലും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. കാരണം എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടാകും. ഇനി ഇത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 7ാമത്തെ നേട്ടമാണ് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകും. നല്ല സ്വഭാവമുള്ള നല്ല ഒരു മനുഷ്യനായിട്ടുള്ള ജീവിതമായിരിക്കും നമുക്ക് പിന്നീട് ഉണ്ടാകുക. അതുകൊണ്ട് പ്രത്യേകം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇത് ജീവിതത്തിൽ പതിവാക്കിയാൽ അവരുടെ ദാമ്പത്യ ജീവിതം നല്ല സന്തോഷമുള്ള ഒരു ജീവിതമായി മാറും. എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ഒരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞ് രണ്ടുപേരും കുറഞ്ഞു കൊടുക്കാതെ അവർ ദിവസങ്ങളോളം തെറ്റി നടക്കുന്ന ആളുകൾ. ദിവസങ്ങളോളം അവർ മിണ്ടാതെ നടക്കും. അത്തരത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഈ ഇസ്മ എല്ലാ ദിവസവും 129 പ്രാവശ്യം പതിവാക്കിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും നല്ല റാഹത്തും നല്ല ഐശ്വര്യവുമുള്ള നല്ല ബറക്കത്തുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. ഇനി ഇതിൻ്റെ 8ാമത്തെ പ്രത്യേകതയാണ് മനസ്സിന് വലിയ സന്തോഷമായിരിക്കും. ഒരു സമയത്തും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ടെൻഷൻ കൊടുക്കില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് മനസ്സമാധാനം എന്നുള്ളത്. മനസ്സമാധാനമില്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളും രോഗങ്ങളും കയറി വരാം. നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടേ ജീവിച്ചാൽ നമുക്ക് പല രോഗങ്ങളും വരും. മാത്രമല്ല നമുക്ക് മാനസികമായിട്ടും വലിയ പ്രശ്നങ്ങൾ വരും. നമുക്ക് ഓർമ്മശക്തി കുറയും, നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാകില്ല. മാത്രമല്ല നമുക്ക് ജോലികൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒന്നും ഒരു താല്പര്യമുണ്ടാകില്ല. അപ്പോൾ മനസ്സമാധാനം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഇസ്മ എല്ലാ ദിവസവും 129 പ്രാവശ്യം പതിവാക്കുക. ഇനി ഇതിൻ്റെ 9ാമത്തെ പ്രത്യേകതയാണ് ഈ ഇസ്മ ധാരാളം ചൊല്ലുന്ന ആളുകൾ ജയിലിൽ അകപ്പെട്ട ആളാണെങ്കിലും അവർക്ക് ആ ജയിലിൽ നിന്ന് മോചനമുണ്ടാകും. ഒരുപാട് ഉമ്മമാരും സഹോദരിമാരുമൊക്കെ കമൻറ്റിലൂടെയും അല്ലാതെയുമൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ എൻ്റെ മകൻ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായി, അങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അവരൊക്കെയും നിങ്ങളുടെ ഭർത്താവിന് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക. യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഈസ്മ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ധാരാളം ചൊല്ലാൻ വേണ്ടി പറയുക.
എന്നാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പെട്ടെന്ന് ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്. ഇനി ഇതിൻ്റെ 10ാമത്തെ പ്രത്യേകതയാണ്, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ യാത്രയിൽ ഒരു അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല റാഹത്തോടു കൂടിയുള്ള, നല്ല സന്തോഷത്തോടു കൂടിയുള്ള, നല്ല സമാധാനത്തോടു കൂടിയുള്ള യാത്രയായിരിക്കും അവർക്കുണ്ടാകുക. ആ യാത്രയിൽ അവർ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ, എന്തെല്ലാം നിറവേറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നോ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല അവർ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ 11ാമത്തെ പ്രത്യേകതയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹാജത്തുകൾ നമുക്ക് നിറവേറ്റിത്തരും. അതായത് നമുക്ക് ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ് നാമൊക്കെയും. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ്. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും. മക്കളില്ലാത്തവർക്ക് മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. കല്യാണം ശരിയാകാത്തവർക്ക് അവരുടെ കല്യാണം ശരിയാകും. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി അല്ലാഹു നൽകും. വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ഇഷ്ടപ്പെട്ട വാഹനം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു നല്ല ഉയർന്ന മാർക്കോടെ അവരെ ആ എക്സാമിൽ വിജയിപ്പിക്കും. അങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്തെല്ലാം നല്ല ഹലാലായ മുറാദുകളുണ്ടോ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റിത്തരും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ധാരാളം നേട്ടങ്ങളും ഗുണങ്ങളുമുള്ള വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇത്. ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഇസ്മ ജീവിതത്തിൽ ചൊല്ലുക. അത് നിങ്ങൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 129 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക. ഇനി അഥവാ ഈ ഇസ്മ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഇസ്മ 129 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും 129 പ്രാവശ്യം ചൊല്ലുക. ഇനി അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 129 പ്രാവശ്യം ചൊല്ലുക. ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും 129 പ്രാവശ്യം ചൊല്ലണം. അത് സുബ്ഹിക്ക് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാത്ത സമയങ്ങളിലും ചൊല്ലാം. കഴിയുന്നതും നിങ്ങൾ 129 പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ചർച്ചാ വിഷയമാവുകയും ചെയ്യും. അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു ഇസ്മാണ് ഇത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദിക്ർ ചൊല്ലുന്ന ഹൃദയത്തിനാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുക. എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവനിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കില്ല. ദിക്ർ ചൊല്ലുന്ന ആളുകൾക്കാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കുക. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ധാരാളം ദിക്റുകൾ ചൊല്ലുക. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 129 പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഈ ഒരു അറിവ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.